ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ചക്രാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും തിന്ന് നശിപ്പിക്കുന്നൊരു ഇതാണ് ചെതല്. അതുപോലെ തന്നെ വളരെ ശല്യമായിട്ടുള്ള ഒരു ജന്തുവാണ്, ഒരു ജീവികളാണ് എറുമ്പ് ചെതലാണ് വളരെ സ്ട്രോങ്. ചെതലാണ് പല സാധനങ്ങളും തിന്ന് നശിപ്പിക്കുന്നത്. അതായത് വാതുക്കട്ടിൽ, അതുപോലെ തന്നെ പല മരത്തിൻ്റെ ഐറ്റംസ്, പല സാധനങ്ങളും തിന്ന് നശിപ്പിക്കുന്നത്. നമ്മളെ വീട്ടിൽ തന്നെ ഒരുപാട് കട്ടിൽ, ജനലൊക്കെ തിന്ന് നശിപ്പിച്ചു. അപ്പോൾ അതിനുള്ളൊരു പരിഹാരമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. പിന്നെ ഏറ്റവും നല്ലൊരു 100% വിജയം കണ്ടൊരു കെമിക്കലാണ് സാധനം. ഞാൻ ഈ ഫർണിച്ചറിൽ ജോലി ചെയ്ത സമയത്ത് ഈ മരത്തിന് അവിടെ ആണ് ഈ സാധനം, ഈ കെമിക്കൽ ഞാൻ കണ്ടത്. അല്ലാണ്ട് ഈ നമ്മൾ എല്ലാ സാധനവും വളക്കടയിലൊന്നും ഇത് കിട്ടില്ല. അങ്ങനെ അത് മരം ചെതൽ അടിക്കുന്നതിന്, ഈ ഉള്ളം കുത്തുന്നതിനൊക്കെയാണ് ഈ സാധനം കൂടുതലും അടിക്കൽ. പിന്നെ അത് ഉള്ളം ചെതലിൻ്റെ ശല്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് നല്ലൊരു പ്രോഡക്റ്റാണ്, നല്ലൊരു സാധനമാണ് സാധനം. അപ്പോൾ അതിൻ്റെ ഇതൊന്നല്ല, നമ്മളെ നമ്മളെ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയ, കുട്ടികളൊന്നും ഉള്ളതിൽ അങ്ങനെ റൂമിൻ്റെ ഉള്ളിലൊക്കെ അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. പുറത്തൊന്നും അങ്ങനെ പ്രശ്നമില്ല. പിന്നെ കട്ടിൽ, ജനലൊക്കെ ഇതിനൊക്കെ അടിക്കാൻ ഏറ്റവും നല്ലൊരു സാധനമാണ്. ഇതാണ് ആ പ്രോഡക്റ്റ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ശരിയായിട്ട് വീട്ടിൽ ഇത് ചെതലിനും എറുമ്പിനൊക്കെ ഇത് അടിച്ച് കഴിഞ്ഞിങ്ങനെ ഒരാഴ്ച, 2 ആഴ്ച, 3 ആഴ്ച ഒന്നും പിന്നെ ഇത് ശല്യം ഉണ്ടാവില്ല. അത് വെറുതെ അങ്ങനെ ചത്ത് അല്ലെങ്കിൽ ഒഴിഞ്ഞ് പോവുകയാണ്. അത് നമ്മൾ അടിക്കുന്ന നേരത്തിൽ പിന്നെ ഈറ്റകൾ നിൽക്കില്ല, അവിടെ ഒഴിഞ്ഞ് പോകും. ചെതലൊക്കെ വളരെ ഇതായിട്ടാണ് ചെതലിനൊക്കെ അടിച്ചിട്ട് വളരെ സക്സസ്സാണ്. നമ്മളിപ്പോൾ ശരിയായിട്ട് ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇപ്പോൾ ഇത് എത്ര മില്ലിയാണത്? ഇത് 250 മില്ലിൻ്റെ ആണ്. 250 മില്ലിക്ക് 180 രൂപ. പിന്നെ അതിൻ്റെ 100 മില്ലിൻ്റെ ഒക്കെ ഉണ്ട്. 100 മില്ലിൻ്റെ ഒക്കെ പൈസ കുറവാണ്. 100 മില്ലിക്ക് എത്ര? 125 രൂപ, അങ്ങനെ എന്താണ്. 250 മില്ലി, പിന്നെ 500 മില്ലിൻ്റെ ഉണ്ട്, ലിറ്ററിൻ്റെ ഒക്കെ കിട്ടുന്നുണ്ട്. ഇത് ഈ ഫർണിച്ചറിനൊക്കെ ആവശ്യമായ സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലത്താണ് ഉണ്ടാകുക. ഈ കെമിക്കൽ ഐറ്റംസ് അങ്ങനത്തെ സ്ഥലത്താണ് ഇത് ഉണ്ടായാലത് കൂടുതലും ഫർണിച്ചറിന് അടിക്കാനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ എല്ലാ സാധനത്തിനും അടിക്കാം, കുഴപ്പമൊന്നുമില്ല. നല്ല എഫക്റ്റാണ് സാധനം. ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഇവിടെ വീട്ടിൽ ഈ കട്ടിലിനൊക്കെ ചെതലുണ്ടായിട്ടൊക്കെ ഈ സാധനമാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. മറ്റുള്ള മരുന്നുകളൊക്കെ കുറേ നമ്മൾ വാങ്ങി ഉപയോഗിച്ചതെന്ന് വെച്ചാൽ അതിനൊന്നും വലിയ ഫലം കാണില്ല. പക്ഷേ ഇത് ഞാൻ ജോലി ചെയ്ത സ്ഥലത്ത് നിന്ന് ഇപ്പോൾ നമ്മൾ കണ്ട്, അങ്ങനെയാണ് ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കാൻ തുടങ്ങി. എപ്പോഴെങ്കിലുമൊക്കെ ഉള്ളൂ, എപ്പോഴൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മളിപ്പോൾ ഒരാഴ്ചയിലോ അല്ല 15 ദിവസം കൂടുമ്പോൾ ചെതൽ പിന്നെ തീരെ വരില്ല. ചെതലിന് ഒറ്റ പ്രാവശ്യം അടിച്ചാൽ ഈ മരത്തിലൊക്കെ. എറുമ്പ് ശല്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ വീടിൻ്റെ പുറം ഭാഗത്തുകൂടിയൊക്കെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. വളരെ എഫക്റ്റാണിത് സാധനം. പിന്നെ ഞാൻ ചില ചെടികൾക്കൊക്കെ ഇത് കുറച്ച് നോർമലായിട്ട് കുറച്ച് എടുത്തിട്ട് വളരെ നോർമലായിട്ട് അടിക്കാറുണ്ട്. അപ്പോൾ ഈ കീടനാശിനി ആയിട്ടും ഇത് ഉപയോഗിക്കാം. കീടനാശിനി തന്നെയാണ് സാധനം. ചെടികളിലൊക്കെ വളരെ കുറഞ്ഞ അളവിലെടുത്തിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഈ ചെതലിൻ്റെ ശല്യമാണ്. ഉറുമ്പ് പിന്നെ അത്ര വിഷയമല്ല, എന്നാലും ഉറുമ്പിനെയും നമുക്ക് അകറ്റി നിർത്താം. ചെതലാണ് വളരെ, നമ്മൾ അറിയാണ്ട് നമ്മളെ സാധനങ്ങളൊക്കെ നശിപ്പിച്ച് കൊണ്ടിരിക്കും. നമ്മളറിയില്ല, അത് ഒക്കെ കൊഴിഞ്ഞ് പോയിട്ട് പറ്റ തീർന്നിട്ടേ നമ്മൾ അറിയും. ഇപ്പോൾ നമ്മൾ തന്നെ നമ്മളെ വീട്ടിലിപ്പോൾ ഒരു മാസം മുമ്പ് നമ്മൾ കാണാതെ പോയതാണ്. ഇപ്പോൾ ഇതിൻ്റെ അടുത്ത റൂമുള്ളൊരു ഇങ്ങനത്തെ ഒരളിമാറിൻ്റെ ബാക്ക് ഭാഗത്ത് കൂടി ചെതൽ കയറിയിട്ട് ഉള്ളിൽ കയറിപ്പോയി. അതിൽ ഡ്രസ്സുകളൊക്കെ വെച്ച ഒരളിമാറിയായിരുന്നു. അപ്പോൾ അത് നമ്മൾ ടൈൽസ് പണി
നടന്നപ്പോൾ നമ്മളതിലുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കിയപ്പോഴാണ് ഈ ചെതലൊക്കെ കണ്ടത്. അത് നമ്മൾ കാണാണ്ട് പോയി. അതിൻ്റെ ഉള്ളിലേക്ക് ഏൽമാൻ്റെ ചുവടെ വെള്ളം നിന്ന് ഞാൻ ആ ഇതിൽ കൂടെ അതിൽ കയറി വന്നിട്ട് ഇതിനുള്ളിൽ കംപ്ലീറ്റ് കയറി. ഞാൻ അന്നാണിപ്പോൾ ഇന്ന് ഈ മരുന്ന് വാങ്ങി കൊണ്ടുവന്ന് മരുന്ന് ഇവിടെ കഴിഞ്ഞതായിരുന്നു. മരുന്ന് വാങ്ങി കൊണ്ടുവന്ന് ഫുള്ളായിട്ട് അടിച്ചു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാതും ഇട്ട് പരീക്ഷിച്ച് നോക്കുക. ഈ മരുന്നിൻ്റെ പേര് ക്ലോർ പൈറിഫോസ് എന്നാണ് ഈ ഇതിൻ്റെ പേര്. ക്ലോർ പൈറിഫോസ് കാണുന്നതല്ല. ഇതൊരു ലിറ്റർ വെള്ളത്തിൽ സ്ട്രോങ് ആയിട്ടാണെങ്കിൽ ഒരു 5 ml എടുത്തിട്ട് ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്താൽ മതി. പിന്നെ ചെടികൾക്കൊക്കെ തിളക്കുകയാണെങ്കിൽ ചെറിയ 2 മില്ലി എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്യാം. ഞാനിപ്പോൾ അധികം സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ ചെതലിനൊക്കെ അടിക്കുമ്പോൾ നമ്മൾ കുറച്ച് കൂട്ടിയെടുക്കും. എറുമ്പിനാകുമ്പോൾ ഉറുമ്പുകൾക്കൊക്കെ ഒന്നും അത്ര സ്ട്രോങ് അടിക്കില്ല. ചെതലിനാണ് സ്ട്രോങ് ആയിട്ട് അടിക്കൽ. ഒരു 5 മില്ലി 7 മില്ലി ഒക്കെ എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ടാണ് അടിക്കൽ. നമ്മളിപ്പോൾ ഇതിലേക്ക് ഒരു 5 മില്ലി നമ്മളെടുത്ത് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യണം. 5 മില്ലിയാണ് ഇപ്പോൾ നമ്മൾ ഇതിലെടുക്കുന്നത്. 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ. ഇപ്പോൾ 5 മില്ലി ഈ ബോട്ടിൽ, ഇത് 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. ഈ ബോട്ടിലേക്ക് ഒഴിക്കുക. അതിൽ വെള്ളം നിറക്കുക. നല്ല പാലിൻ്റെ കളറാണ്. നല്ല സ്മെല്ലാണ്. കുഴപ്പമില്ലാത്ത സ്മെല്ലാണ്. ഇത് ചെയ്യുമ്പോൾ മുഖത്തൊക്കെ എന്തെങ്കിലും ഒന്ന് മാസ്ക് ഇട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഒരു ബോട്ടിൽ ശരി. ഇതിപ്പോൾ ഒരു ചെതലിൻ്റെ പുറ്റാണ്. ചെതലിൻ്റെ പുറ്റിൽ നമ്മളൊന്ന് അടിച്ചു വെക്കുക. എല്ലാം പോയിക്കോ. ഒരിടത്തുള്ള പുറ്റുണ്ടാക്കി കഴിഞ്ഞ് താമസിക്കുക. ഇനിയിപ്പോൾ ഇവിടെ ചെതൽ പുറ്റാണ്. ഈ പുറ്റിൽക്ക് അങ്ങോട്ട് അടിച്ചു കൊടുത്താൽ പിന്നെ അവർ ഇവിടെ എവിടെയും നിൽക്കില്ല. പിന്നെ അവരൊക്കെ ചത്താണ് നശിച്ചു പോകും. ഇവരിവിടെ പുറ്റുണ്ടാക്കുക, എന്നിട്ട് നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് കംപ്ലീറ്റ് നശിപ്പിക്കുക. അല്ല, അല്പസമയത്തിനുള്ളിൽ എല്ലാം പണി വരും. ഈ പ്രദേശത്ത് ഇനി അവർ നിൽക്കില്ല. ചത്തുതൊടി ചത്ത് നശിച്ചു തുടങ്ങി.